ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മീൻ എന്ന് പറയുന്നത് ചെമ്പല്ലിയാണ്. ചെമ്പല്ലിക്കോര, സൂപ്പർ ചെമ്പല്ലി, നല്ല പച്ച ചെമ്പല്ലിക്കോര. നമുക്ക് ചെമ്പല്ലിയോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കതൊന്ന് ഒരു രീതിയിൽ, ഞാൻ ചെയ്യുന്ന രീതിയിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അത് വേറെ നല്ലൊരു മെത്തേഡാണ് കേട്ടോ. അപ്പം 3 ചെമ്പല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അടിപൊളി 3 ചെമ്പല്ലിയാണ് ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുത്തത്. പിന്നെ അതേപോലെ പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഇത്രയും ആവശ്യത്തിന്. ഇപ്പം ഞാൻ 3 മീൻ ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുരുമുളകിന് പകരം, ഈ ഉണക്ക കുരുമുളകിന് പകരം പച്ചയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ സീസൺ അനുസരിച്ച്, ഇപ്പം എല്ലാ സീസണിലും കിട്ടുമല്ലോ പച്ച കുരുമുളക്. അപ്പം അതരയ്ക്കുവാണെങ്കിൽ വളരെ വളരെ നല്ലത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം അതിനകത്ത് ഞാൻ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഒരു അരമുറി നാരങ്ങാനീര് കൂടി നല്ല പോലൊന്ന് കൊടുത്തിട്ട് ഇത് അരച്ചിട്ട് വരുമ്പോഴത്തേക്കിനും അതൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോഴാണ് അത് കഴിക്കുമ്പോഴേ ടേസ്റ്റ്. അതിൻ്റെ ഉള്ളിലൊക്കെ ചെന്നിട്ട് ഈ നാരങ്ങാനീരും ഉപ്പും മഞ്ഞളും ഒക്കെ നല്ല പിടിച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ആ സമയത്ത് എടുത്ത് ഇതെല്ലാം അരച്ചങ്ങോട്ട് തേച്ച് ഒരു 15 മിനിറ്റ് വെക്കുക, അതല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും വെച്ചാൽ മാത്രമേ ആ മീനിനുള്ളിൽ ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ട് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ അത് മീൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണെന്ന് അറിയാം. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രം. ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഫൈനായിട്ട് അരയ്ക്കേണ്ട, അതിന് തൊട്ട് മുൻപേ അരച്ചെടുക്കുക. അരച്ചിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട്. നമ്മളൊരു നല്ല കട്ടിയായിട്ടുള്ള നല്ല അടിപൊളി ചട്ടിയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ചട്ടിയാണ്. എന്നിട്ട് ഞാൻ 2 ഇല വെച്ചിട്ടുണ്ട്. ഈ ഇലയിലോട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ശകല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് പുരട്ടിയേക്കുന്നത്, കാരണം അതിനകത്ത് പിടിക്കട്ടെ. കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പം അത് 3 കൂടി ഇതുപോലെ ഇലയിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഇതുകൂടി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇലയിൽ നിരത്തി അങ്ങോട്ട് വെച്ചിട്ട്, എന്നിട്ട് ഈ ചട്ടി തന്നെ ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് കമത്തി അങ്ങ് വെക്കും. എന്തിനാണെന്നറിയോ? ആ ആവിയിൽ അതങ്ങ് വെന്ത് കിട്ടും. ആ ബാക്കിയുള്ള എണ്ണ ഇത്രയും ഒഴിക്കേണ്ടതുള്ളൂ. അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഷുഗറോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ മീൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടും. അവർക്ക് എല്ലാ ദിവസവും ഇതുപോലെ കഴിക്കാം. മനസ്സിലായോ? അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. അല്ലാതെ ഫുള്ള് എപ്പോഴെങ്കിലും വറക്കുമ്പോൾ ഒരു നേരം കഴിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ മീൻ കറി വെക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ എന്താ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രൈയേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്നത്. ഇതിന് പൊള്ളിച്ചെടുക്കാന്നാ പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇലയിൽ ഇലയിൽ തന്നെ പല രീതിയിൽ പൊള്ളിച്ചെടുക്കുന്നതുണ്ട്. ഇതിപ്പോൾ ഞാൻ ആവിയിൽ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. ചിലത് ഭാരം കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. ഞാൻ പല രീതിയിലല്ല, എനിക്കറിയാവുന്ന എല്ലാ രീതിയിലും ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ആവിയിൽ അതെടുത്തു, ആ ചട്ടി എടുത്തു. കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം വീണിട്ട് അവിടെ മൊത്തം കുളമാവും. മാത്രമല്ല ആ എണ്ണയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച രീതി കിട്ടില്ല. അപ്പം ഇതേപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ നല്ല സ്മോക്ക് പോലെ ആകും. ഈ ചിക്കൻ സ്മോക്ക് ചെയ്ത് കഴിക്കില്ലേ, അതേപോലെ അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ ആ തീയുടെ, അതേപോലെ ആയിരിക്കും ഇത് വെന്ത് വരുമ്പോൾ. നല്ല മണവും ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു പുകയുടെയൊക്കെ ഒരു മണമൊക്കെ ഉണ്ടാവും. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഫ്രൈ ആയത് കണ്ടോ, ഇതേപോലെ ഉണ്ടാവും. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒന്നും ആവശ്യമില്ല. ചമ്മന്തിയും തൈരും ഈ മീനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രയും ഭയങ്കര സൂപ്പറാണ്. അപ്പം നിങ്ങളിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കൂടുതൽ കറികൾ വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നോൺ ഇഷ്ടമായവർക്ക്, പല രീതി പരീക്ഷിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും, വളരെ ഇഷ്ടമാവും. കാരണം വീട്ടിലുള്ളവർക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. എപ്പോഴും ചോദിക്കാറില്ല കുട്ടികൾ എല്ലാം ഒരേ ടേസ്റ്റ് എന്ന്. ഇന്ന് നമുക്ക് പടവലങ്ങ കറിയും ബീട്രൂട്ട് ഉപ്പേരിയും ഈ മീൻ വറുത്തതും അതുപോലെ തൈരും. തൈര് പിന്നെ എന്നും ഉണ്ടാവും, എപ്പോഴും തൈരുണ്ടാവും. അശ്വിന് മീനാണ് ഏറ്റവും ഇഷ്ടം. ചിക്കനും മട്ടനും ബീഫും അതൊന്നും അശ്വിന് അധികം കഴിക്കലേ ഇല്ല. എപ്പോഴെങ്കിലും ചിക്കൻ്റെ ഒരു പീസ് അങ്ങനെ. പക്ഷെ പെട്ടെന്ന് അവന് മടുക്കും, അവന് ഇഷ്ടമല്ല. മീനാണെ അവൻ എത്ര വേണമെങ്കിലും കഴിച്ചോളും. കഴിക്കുന്നുണ്ടോ, ഭയങ്കര കൊതിയനവൻ. അപ്പം എൻ്റെ പരിഞ്ഞിൽ ചോറൊക്കെ ഇത്തിരിയേ ചോറ് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ കൂട്ടി അശ്വിൻ അടിപൊളിയായിട്ട് കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഷെയർ ചെയ്യണം.
എല്ലാവരും ഇത് ചെയ്തിട്ടൊക്കെ ഉള്ളവരായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു.